ഉപയോഗമില്ലാത്തൊരു സാധനം. അവിടെ എന്തോ പറഞ്ഞു വീണ്ടും വല്ലോം കഴിച്ചാന്ന് ഞാൻ പോണത്. ഒന്നുകൂടെ വാ. എൻട്രി ശരിയായില്ല പാവം ചേച്ചി. ഞാൻ വലിയ കാര്യത്തിലാണ് എന്താന്ന് ചോദിച്ചത്. അപ്പൊ തുടങ്ങി ഹിന്ദി. അതെന്താണ് കാര്യം? എന്താണ് മൊത്തത്തിൽ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ. കൂട്ടുകാരെ, അതായത് കോമഡി മാസ്റ്റേഴ്സിലോട്ട് വരുമ്പോൾ ചേച്ചി ഇത്തിരി വൃത്തിക്ക് വരാന്ന് വിചാരിച്ചു. എന്നിട്ട് വൃത്തിയില്ലല്ലോ. ആ കോട്ടൂരി കളഞ്ഞു നോക്കിയാണ്. എന്തിനാണ് ഈ വടി കൊടുത്തടി മേടിക്കുന്നത്? അല്ല മനസ്സിലായില്ല സാർ എന്താണ്? അതായത് ഞാൻ തേങ്ങയും കൊണ്ട് വന്നു. ഒരുപാട് അനാവശ്യം പറയില്ല കേട്ടോ. അല്ലല്ല എന്ത് എവിടെ തേങ്ങ? ചാക്കിനകത്ത് തേങ്ങയാ. അല്ല ഒരു കണക്കിന് നല്ലതാണ്. അല്ല പുള്ളിയുടെ ആരെല്ലാം ചോദിക്കുമ്പോ ചാക്കിനകത്ത് ഒരു തേങ്ങ ഇല്ല എന്ന് പറയണ്ടല്ലോ. ഒരു തേങ്ങ കിടന്നോട്ട്. തേങ്ങ അതായത് അവിടെ തട്ടിന്റെ അടുത്ത് ആവശ്യം കൂടെ തേങ്ങയുണ്ട്. തേങ്ങ കൊണ്ട് അതല്ലെന്ന്, എന്റെ തേങ്ങ സംസാരിക്കും. അപ്പൊ ഫ്ലോറിൽ നിന്ന് സംസാരിക്കുന്ന രണ്ട് തേങ്ങ. തേങ്ങ ഒരു തേങ്ങ ഒരു കിഴങ്ങും. എന്തോന്നു ചേച്ചി എന്തിനാ ചേച്ചി? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചേച്ചി ഞാൻ വനത്തിൽ നിന്ന് വന്നത്. എന്നിട്ട് എന്നെ പരിഹസിച്ച് വിടുന്നത് ശരിയാണോ? കാര്യം പറ. എന്താണ് തേങ്ങ? എന്താണ് സംസാരിക്കുന്നു? ഞങ്ങൾ ഈ തേങ്ങ ഇത് വെറൈറ്റി ആയിട്ടൊരു തേങ്ങയാണ്. കാരണം ഇത് നിങ്ങളുടെയൊക്കെ ഭാവിയെ പറ്റി പറയും. ഈ തേങ്ങ അതെ, അടുത്ത വർഷം നിങ്ങൾ ഇതേ ദിവസം എവിടെയാണെന്ന് ഈ തേങ്ങ പറയും. ഈ ഭൂതത്തിന്റെ കയ്യിലാണ് അപ്പൊ നമ്മുടെ ഭാവി. ഫ്രഷ്. ഇതെങ്ങനെയാണ് പറയുന്നത്? അതാണ് പറയണത്. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആദ്യം ചേച്ചി അല്ല, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ? ഇവിടെ നിങ്ങനെ കറങ്ങി അങ്ങ് പോകും. അത് തന്നെ ഇവിടെ തുടങ്ങാം. ആദ്യം തിരുവിന്ന് പിടിക്കാം. ആദ്യം എന്റെ നെഞ്ചത്തെ തന്നെ അടിച്ചു തുടങ്ങും. കൂളിംഗ് ഗ്ലാസ് മാറ്റി വെക്കണം. ഈ സമയത്ത് ആ ചമ്മലൊന്ന് കാണണം. എന്തിന്? അല്ല വച്ചോട്ട് അഖിലിന്റെ ഭാവി അടുത്ത വർഷം ഇതേ ദിവസം നീ എവിടെയാണെന്ന് പറയും. അപ്പൊ ചന്ദ്രൻ തുടങ്ങും. എന്താണെന്ന് മനസ്സിലായ? അപ്പൊ എനിക്ക് പിടി. ഇന്ത അളിയന്റെ അടുത്ത് ആരാ പറഞ്ഞു കൊടുത്ത് സിനിമയിൽ രക്ഷപ്പെടണമെങ്കിൽ ചെന്നൈ പോയി പൈപ്പ് വെള്ളം കുടിക്കണം. സാറ് ചെന്നൈയിൽ പൈപ്പ് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൈ അറിഞ്ഞില്ല സിനിമ ചെന്നൈയിൽ നിന്ന് എറണാകുളത്ത് വന്നു. ഇപ്പൊ ഏത് പൈപ്പ് ഇത്ര വെള്ളം കുടിച്ച? AVP ഫ്രണ്ടിലെ പൈപ്പ്. അതാണ് എന്റെ പ്ലാൻ. അവിടെ പൈപ്പിലെ പൊട്ടിക്കിടക്കണ ഏതാ ചള്ള പൈപ്പിൽ നിന്നാണ് നീ വെള്ളം കുടിച്ചത് സഹോദരാ. ഇനി ആ ക്ലാസ് എടുത്ത് വെച്ചു. ചമ്മല് മാറും. അടുത്ത വർഷമല്ലേ? നീ 2050 വരെ പൈപ്പ് വെള്ളം കുടിക്കും. കരിയർ ഗ്രോത്ത് എനിക്കറിയാം കേട്ടോ. നെടുമങ്ങാട് ഒരുപാട് പൈപ്പ് ഉണ്ട്, അവിടെ നിന്ന് കുടിച്ചാ പോരെ. പോയി കുടിക്കട്ടെ ചേച്ചി. അപ്പം ചന്ദ്രന്റെ തേങ്ങ വർക്കല്ലേ? ചന്ദ്രൻ കൊണ്ടുവന്ന തേങ്ങ. തേങ്ങ ശ്രീവിദ്യ ശ്രീവിദ്യ ഒരു തല കൈ കൊടുക്കാം. ശ്രീവിദ്യ കറക്കി കൂടി. ഇതെന്താണ് കാര്യം അറിയാമോ? ശ്രീവിദ്യക്ക് ഒരു ഷൂട്ട് കഴിഞ്ഞ് മേക്കപ്പ് അഴിക്കാൻ മിനിമം 2 മണിക്കൂർ. ഇതാകുമ്പോ എടുത്ത് കിണറ്റിയിടുന്നു, അടുത്ത കയറി വെച്ച് വലിച്ചിട്ട് കയറ്റും. 5 സെക്കൻഡ് കൊണ്ട് മേക്കപ്പ് അഴിച്ച് കിട്ടും. അല്ലാതെ ബാഗുൽ അടുത്ത് കരഞ്ഞു എന്തിനു? പിന്നെ തൊട്ടിയും കയറി കൊടുക്കാൻ പറഞ്ഞു. അടുത്ത വർഷം ഇതേ ദിവസം രാഹുലിനോട് എങ്ങും പോകരുത്. മേക്കപ്പ് അഴിക്കാൻ വേറെ ഒരു വഴിയില്ല. ഉച്ചവരെ മേക്കപ്പാണ് എത്ര കുളത്തിൽ മുക്കിയാണ് എടുക്കണേ. നമുക്ക് ചന്ദ്രന്റെ തേങ്ങ വറക്കാവുന്ന ചന്ദ്രേട്ടന്റെ തേങ്ങയാണ് തേങ്ങ. അപ്പൊ നല്ലൊരു കയ്യടിയാണ് ചന്ദ്രന് വേണ്ടി. മക്കളെ നല്ല കയ്യടിയാണ്. അപ്പൊ ഇനി നമുക്ക് ആരെ കറക്കാം? നമുക്കൊരു കാര്യം. ഡയാന. നീ ഡയാനെ കറക്കാൻ നടക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടാ അല്ല, ഇത് മനസ്സിലായില്ല. ഇത് 2027 കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. അതായത് പഞ്ചായത്തിൽ നിന്ന് ദാക്ഷാണിയമ്മയ്ക്ക് കിട്ടിയ 3 കോഴിയുടെ ഉദ്ഘാടനം അവൾ 35,000 രൂപ മേടിച്ച് ചെയ്യുന്നതിന്റെ രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത് പോകും. ഒരു ഷീറ്റ് പേര് ഉദ്ഘാടനം ചെയ്യാൻ. അല്ല, ദയവ് ചെയ്ത് ആ കോഴിക്കോടിന് ഒരു പേരിടണം. കോഴിക്കോടിന്റെ പേരാ? ഒരു പേര് പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്ത് കോഴിക്കോടിന്റെ പേര് പറഞ്ഞു. അമ്മിണി കോഴിക്കോട്. അതെ ആ കോഴിക്കോട് ഉദ്ഘാടനം. അമീൻ കോഴിക്കോട് നിട്ടൂടെ? അതാവുമ്പോ മീനുണ്ട് കോഴിയുണ്ട്. അപ്പൊ അടുത്ത നമുക്ക് എലീന പഠിക്കാം. പിന്നെ എലീനെ ഒന്ന് കറക്റ്റെല്ലാം വന്നു. ഇതൂടെ വരട്ടെ. മെല്ലെ കറക്കിയാ മതിയേ. എന്തോ മെല്ലെ കറക്കിയാ മതി. സുന്ദരി
അടിപൊളിയാട്ടാ. ശരി. അയ്യേ ഞാനാണ് ഈ ഭേദം. 2027 അല്ലല്ല, ഇത് വർക്കായില്ല. 2026 ഇങ്ങനെയാണല്ലോ. തേങ്ങ ചതിച്ചു. അല്ലല്ല, ഇത് പിന്നെ നമുക്ക് വല്ല അത്ഭുതമില്ല. എല്ലാ ദിവസവും രാത്രി ഒരു 8 മണിയാകുമ്പോ ഇത് കാണുന്നതോണ്ടേ ഇങ്ങനെയാണല്ലോ ഇവിടെ ഇറങ്ങി. അല്ല പക്ഷെ അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇത് ഈ പ്രായത്തിലും ഞാൻ ഇങ്ങനെ പരിപാടി ചെയ്യുന്നു എന്നാണ് അത് ഭാവി പറയുന്നത്. അതെ, ഈ പ്രായത്തില് നീ ഇങ്ങനെയൊക്കെ പരിപാടി കാണിക്കുന്നല്ലോ. പക്ഷെ ഒരു കാര്യം ഉണ്ടേ, പറയുന്നത് എനിക്ക് അത്രയും പ്രായം ഇല്ലാന്നൊന്നും എല്ലാരും അറിഞ്ഞോണേ. ആ, ഓ പ്രപഞ്ചം. പക്ഷെ അത് തേങ്ങയ്ക്ക് അറിഞ്ഞൂടാ. ആ തേങ്ങ നിങ്ങളുടെ അല്ലേ, എങ്ങനെ അറിയൂ? അടുത്ത തേങ്ങ അല്ല, അടുത്ത ചേച്ചിനെ നോക്ക്. ചേച്ചി അടുത്ത വർഷം ഈ സമയത്ത് ചേച്ചി എവിടെയായിരിക്കും? 2027. ഓക്കെ, ശ്രദ്ധിച്ച് കണ്ടോ. It's an honor to meet you, Mr. John. The honor is mine, the pleasure indeed. ഇതാണ് ഇപ്പഴത്തെ നരച്ച പാർട്ടി. അത് 2 പ്രസിഡന്റുമാർ തമ്മിലുള്ള സംഭാഷണമാണ്. ഒന്ന് അമ്മയുടെ പ്രസിഡന്റും മറ്റത് അമേരിക്കൻ പ്രസിഡന്റ്. ഇത് ആരെന്ന് പറഞ്ഞിരിക്കുന്നു? ഞാൻ വിചാരിച്ചത് വേറെ ആരാ ചേച്ചി പറ- കാരണം ചേച്ചി അടുത്ത വർഷം ഇതേ സമയം അമേരിക്കയിൽ പോകും ട്രംപിനെ കാണാൻ വേണ്ടി. കാരണം നിന്റെ സേവനം ആ സമയത്ത് ഇവിടെ എടുത്ത് കളയുന്നില്ല. നിനക്ക് വരെ ഈ ചാക്കം കൊണ്ട് ഈ ഷർട്ട് വിട്ടോട്ട് ഒരാളുടെ വേണം. അപ്പൊ അത് പറ്റിയ ആളുടെ അമേരിക്കയിൽ പോയതാണ്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കല്ല, ട്രംപേ ഈ വേഷത്തിൽ ഇവിടെ വന്നത് ചാക്ക് കൊണ്ടിത് സംസാരിക്കണം, നമ്മളെ കേട്ട് കളിയാക്കിട്ട് തലയെ തട്ടി ചാക്ക് ചന്ദ്രാന്ന് വിളിക്കുകയും ചെയ്യണം. ഇതായിരുന്നെങ്കിൽ ഞാൻ തേങ്ങ വെച്ച് കറക്കൂലായിരുന്നല്ലോ. ഇല്ല, ദാ അടുത്ത കൊല്ലം തേങ്ങ ഇറക്കണ പുള്ളിയാണ് ട്രംപ് ഇവിടെ നിന്നില്ല. അയാൾ ഇങ്ങോട്ട് വരട്ടെ. ഇനി എനിക്ക് ഒരാളെ കാണണം. ആരാണ്? ആദ്യം എല്ലാരും കാണണം. എന്റെ കാണാവൊന്നുമില്ല. ചിലപ്പോ നാഷണൽ അവാർഡ് മേടിക്കുന്നതോ സ്റ്റേറ്റ് അവാർഡ് മേടിക്കുന്നതോ ഹലോ അല്ലെങ്കിൽ ഓസ്കർ. ഓ മതിയുടെ അത് ആ തലയ്ക്കൊന്ന് ഉഴിഞ്ഞങ്ങ് കറക്കി ഒന്ന്. വലിയ തലയാണ്, സമയം എടുക്കും. കറക്കി അങ്ങ് വിട്. പേടിച്ച് വീടല്ലേ. ഇല്ല ഇല്ല ഇല്ല. ഇത് മനസ്സിലായില്ല. അല്ല, ഇത് ബാഹുബലിയിലെ 5ാം പാർട്ടിന് ഒന്നുമല്ല. പ്രഭാസിന് പകരം അല്ലല്ല, അല്ല ഇതൊന്നുമല്ല. പിന്നെ? സംഭവം പുള്ളിക്ക് സ്വന്തം കാല് കാണാൻ പറ്റാത്ത രീതിയിൽ വയറായി. എങ്കിലും എന്റെ കാലിൽ 10 വിരൽ ഇപ്പോഴും ഉണ്ടോ എന്ന് പുള്ളിക്കൊന്ന് അറിയണം. കാരണം അങ്ങനത്തെ അവസ്ഥയിലായതുകൊണ്ട് ഇനിയെങ്കിലും വയറ് കുറയ്ക്കാൻ വേണ്ടി പെണ്ണുമ്പിള്ള പറഞ്ഞു വിട്ടേക്കണം. പക്ഷെ നടക്കൂല. അല്ല, ഈ വെയിറ്റ് എടുക്കുമ്പോഴേ MG ശ്രീമാർ തന്നെ. അപ്പൊ അടുത്ത വർഷം പറയുന്നതിന് മുമ്പ് ഇത്രയും ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും അടുത്ത വർഷം നമ്മൾ എന്താന്ന് പറഞ്ഞല്ലോ. ഇനി ചന്ദ്രണ്ണ സ്വന്തം തലയ്ക്കൊന്ന് ഒഴിയണ്ണ. അല്ല, നിന്റെ ഭാവി അടുത്ത കൊല്ലം എന്റെ ഭാവി എന്തോന്ന് നമ്മളിങ്ങനെ ഒരുപാട് ഇവിടെ തല മാത്രം ഒഴിഞ്ഞിട്ട് കാര്യമില്ല, മൊത്തത്തിൽ ഒഴിക്കണം. ഒന്ന് ഒഴിച്ചെടുത്താണ്. തെങ്ങിൻ ആ തോപ്പിലായിരിക്കും. മതി. ഒന്ന് ഇത് കറക്റ്റ് കറക്റ്റ്. പിടിച്ചോ. എന്റെ ചാക്കും കൊണ്ട് വേറെ ആരാ അവിടെ ചെന്ന്. ആരുടെയല്ല, ഇത് നിനക്കുള്ള വാണിംഗ് ആണ്. ഇതൊരു സാങ്കല്പിക ചിത്രമാണ്. നിന്റെ കയ്യിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഇതേ സമയം നീ അങ്ങനെ കിടക്കും. അപ്പൊ അതുകൊണ്ട് മാനം മര്യാദയ്ക്ക് മുടിയും വെട്ടി ഈ പച്ച ഉടുപ്പ് ഊരി കളഞ്ഞ് ചാക്കും കളഞ്ഞിട്ട് നേരെ നടക്കാൻ നോക്ക്. അപ്പോഴും തലയുടെ മുകളിൽ പുരുഷൻ. അവന്റെ ഭാവി ഭൂതം തേങ്ങ. സംഭവം ചാക്കുചന്ദ്രൻ വന്ന് ഇങ്ങനെ സംഭവങ്ങളൊക്കെ സംഭവം കൊള്ളാല്ലേ ചേച്ചി? അതെ, എനിക്ക് കെട്ടിപ്പോയി, കെട്ടിപ്പോയി. നന്നായി. ഏയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളാണ്. അങ്ങനെയുണ്ട്. ഏയ്, ഹേയ്, ഏയ്, പരിപാടി പറ. ഏയ്. അപ്പൊ